ഹലോ ഗൈസ്. അപ്പോൾ നാളെ നമ്മുടെ മീക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് നമ്മൾ എന്ത് കൊടുക്കാമെന്നിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഞാനിവിടെ ഹാമ്പറൊക്കെ ചെയ്യുമ്പോൾ അവൾ എപ്പോഴും പറയാറുണ്ട്, എനിക്കും ഇതുപോലെ ഇത് എന്നോട് ഗിഫ്റ്റ് ബോക്സ് എനിക്ക് വേണം അമ്മ എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്കൊരു കുട്ടി ഹാമ്പർ ബോക്സ് ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു കുട്ടി ട്രോളി ഹാമ്പർ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ പറ്റുന്ന ഗിഫ്റ്റ് അവൾ ഈ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ആഗ്രഹങ്ങൾ, നമ്മൾ കുട്ടികൾ എപ്പോഴും നമ്മൾ പല ആഗ്രഹങ്ങളും പറയാറുണ്ട്. അമ്മ അത് വാങ്ങിത്തന്ന്, ഞാൻ ചേട്ടനും പുറത്ത് പോകുമ്പോൾ പറയും ഇത് വാങ്ങിത്തന്ന്. ഞങ്ങൾ അപ്പ വാങ്ങി കൊടുക്കാറില്ല. ചിലപ്പോൾ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും. പക്ഷെ അപ്പ വാങ്ങിക്കൊടുക്കില്ല. വാങ്ങിക്കൊടുത്താൽ എന്തോന്നാണ് അവർക്ക് അതിൻ്റെ വാല്യൂ അറിയത്തില്ല. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നീട് കാണുമ്പോൾ എപ്പോഴെങ്കിലും വാങ്ങിക്കൊടുക്കും. പക്ഷെ അവർക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ അത് അപ്പ വാങ്ങിക്കൊടുക്കും, ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും വാങ്ങിക്കൊടുക്കണം. എന്തായാലും അവർക്ക് വാങ്ങിക്കൊടുക്കും. അപ്പം അങ്ങനെ എപ്പോഴൊക്കെയോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇപ്പം ഈ ബോക്സിലാക്കാൻ പോണം. അവർക്ക് സർപ്രൈസ് ആവട്ടെ. അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഫസ്റ്റ് ഇത് എനിക്ക് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടില്ലേ. അപ്പം ഇതിനകത്തൊരു ഡ്രസ്സ് വെക്കണം എല്ലാം ഒന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. രാമേന്ദ്രന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ട്, കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് അവിടെ ഓർമ്മ വന്ന് അപ്പം വാങ്ങിയതാണ്. അപ്പം എനിക്ക് ചേട്ടന് ഒരുപോലെ ഇഷ്ടമായി, അങ്ങനെ വാങ്ങിയ സാധനമാണ്. പിന്നെ ഈ ഒരു സാധനം അവളെ മുടി മറ്റേ ഇങ്ങനെ കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രഷ് അവൾക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പം ഒരെണ്ണം ഉള്ളത് ചിലപ്പോൾ ബാഗിലെടുത്തിട്ടുകൊണ്ട് നടക്കും. അല്ലാത്ത ബ്രഷ് ഇട്ട് കോമ്പിട്ട് കോതുമ്പോഴത്തേക്ക് മുടി കുരുങ്ങി ഭയങ്കര വേദനയൊക്കെയാണ്. അത് ഇതിട്ട് കോതുമ്പോഴത്തേക്ക് നേരെ വരും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബ്രഷ്, ഓൾറെഡി അവളെ ഒരു പിങ്ക് കളറുണ്ട്, ഇത് ബ്ലൂ കളർ. പിന്നെ ലോങ് ഹെയർ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലിപ്പൊക്കെ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. എവിടെ കണ്ടാലും ഇതേപോലത്തെ അമ്മ ഇത് കൊള്ളാലോ വാങ്ങിക്കാൻ ഒരുപാടുണ്ട്. എന്നാലും ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഈ 2 ക്ലിപ്പാണ് വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ ഒത്തിരി എടുത്തേട്ടാ. ഇതും ഒരുപാടുണ്ട്. എവിടെ ചവിട്ടുവിട്ടാലും കട്ടിൻ്റെ അടിയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് വാരണത്. ഒത്തിരി കളക്ഷൻസ് ഇത് ഒത്തിരി ഉണ്ട്. സമയത്ത് നോക്കുമ്പോൾ ഒന്നിൻ്റെ ഒന്ന് ഇങ്ങനെ പല മോഡലായിരിക്കും കിട്ടണത്. ഇങ്ങനെ കുറച്ച് സാധനം പിന്നെ വാങ്ങിയിട്ടുള്ള ഇത് എവിടെ മറ്റേ മേള ഉത്സവപ്പറമ്പൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി. ഉടനെ അങ്ങോട്ടോടും അമ്മ അത് വാങ്ങിത്താ ഇത് എന്തായാലും 1 2 ഒക്കെ നമ്മൾ വാങ്ങും. ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട 2 പെൻസിൽ അത് വാങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് പറയുന്നൊരു കാര്യമാണ് ഈ ഗ്ലിറ്റർ നെയിൽ പോളിഷ്. ഞാൻ പറയും വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പച്ചിച്ച സാധനമാണ് ഇത് കാണുമ്പോൾ എന്തായാലും സന്തോഷമായിരിക്കും. അറിയാം, കൊച്ചു സാധനങ്ങൾ കാണുമ്പോഴല്ലേ സന്തോഷമാണ്. പിന്നെ ഈ ഒരു നെയിൽ പോളിഷ് വാങ്ങിച്ച്, നെയിൽ പോളിഷ് മെഹന്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവളെ കയ്യിൽ കിട്ടിയ എന്തോന്നാണ് മറ്റേ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുമ്പോൾ അതുപോലെയാണ്. വാരി തേക്കുക അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുക ഭയങ്കര ഇഷ്ടമാണ്. അത് കളറായാലും അങ്ങനെ തന്നെ കുത്തി വരയ്ക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പിന്നെ ഇതും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ പറയണ സാധനമാണ് കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയ്യിലിടാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇതേപോലത്തെയും ബെൽറ്റ് 2 3 അല്ലാതെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് കാണും, പിന്നെ കാണും. പിന്നെ ഈ ഒരു പൂച്ചക്കുട്ടിയുടെ ഒരിക്കൽ എവിടെയോ പോയപ്പോൾ ഇതേ സെയിം പൂച്ചക്കുട്ടിയുടെ സാധനം എനിക്ക് കാണിച്ചു തന്നായിരുന്നു. ചാലയ്ക്കകത്താണെന്ന് തോന്നുന്നു കാണിച്ചത്. കൊള്ളാലേ അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അത് ഓർമ്മ. പിന്നെ ലിപ് ബാം, ലിപ്സ്റ്റിക്ക് ലിപ് ബാമൊക്കെ എൻ്റെ നിന്ന് അടിച്ചു മാറ്റിയിടാതാണ് പതിവ്. അങ്ങനെ അതൊന്ന് വാങ്ങി. പിന്നെ സ്ലൈം എന്ന് പറയുമ്പോൾ സ്ലൈം മറ്റേ ക്ലേ ഇതൊക്കെ എന്ന് വെച്ചാൽ ഉരുട്ടുക, അവിടെ വെച്ച് തേക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വീട്ടിൽ അലപ്പ് ഇതിനാണ്. ഇതിങ്ങനെ വിരവിക്കൊണ്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ചെറിയ ബോട്ടിൽ വാങ്ങിച്ചാലും, ഇല്ലെങ്കിൽ എനിക്ക് പണിയാവും. പിന്നെ ടിഷ്യൂ പേപ്പർ, ഇത് വാങ്ങിക്കുന്നത് ഇത് മാത്രമാണ് ഇതിലുള്ളതിൽ അവൾ വാങ്ങിക്കുന്നത് കണ്ടത്. അപ്പോഴേ ചോദിച്ചു ഇതെനിക്ക് താമോ എന്തിനാണ് അവൾക്ക് ഇതിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പക്ഷേ ടിഷ്യൂ പേപ്പറിനോട് അവൾക്ക് ഭയങ്കര ഇതാണ്. ഇവിടെ വാങ്ങിച്ചു വയ്ക്കുന്ന ടിഷ്യൂ പേപ്പറും അവൾ തന്നെയാണ് തീർക്കണം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അറിഞ്ഞൂടെ. ഇടയ്ക്കിടയ്ക്ക് കൈ തുടയ്ക്കണം, പിന്നെ ക്രാഫ്റ്റ് വെട്ടണം, ഇതൊക്കെയാണ് അതിൻ്റെ പരിപാടി. പിന്നെ ഈ പൗച്ച് ഓൺലൈനിലൊക്കെ കാണുമ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോഴും ഇങ്ങനത്തെ പൗച്ച്, എനിക്കൊരു പൗച്ച് വേണം. ഇതിൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ഇട്ടുകൊണ്ട് പോകാനാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്യൂട്ട് പൗച്ച് വേണം എന്ന് എപ്പോഴും പറയണമായിരുന്നു.
അങ്ങനെ ഇങ്ങനെ ഒരെണ്ണം കണ്ടപ്പോൾ വാങ്ങി. പിന്നെ കുറേ കാലം മുന്നേ കണ്ട് എൻ്റെ കൂടെ പറഞ്ഞൊരു സാധനമുണ്ട്, ഈ ചാർലി ബാഗ്. അപ്പം ഞാൻ ഇത് എവിടെയാണ് സിറ്റിയിൽ എവിടെയോ പോയപ്പോഴാണ് ഒരു കടയിൽ കണ്ട്, പിന്നെ വേറൊരു കടയിൽ കണ്ടപ്പോഴും നമുക്കിത് വേണമെന്നുണ്ട്. ഞങ്ങൾ റേറ്റ് ചോദിച്ച്, അപ്പം 350 അത്ര ആയിരുന്നു. റേറ്റ് ചോദിച്ച് തിരിച്ച് വന്ന് ഞാൻ പിന്നെ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പം വാങ്ങാറ്, അപ്പം ചേട്ടൻ വന്ന് പിന്നെ വാങ്ങാം എന്നുള്ള രീതിയിൽ ഇങ്ങ് വന്നു. എപ്പോഴായാലും വാങ്ങി കൊടുക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ എന്നിട്ട് ഇതിൽ ഇത് എന്നൊന്ന് സാധനങ്ങൾ ഇറക്കണം ഈ ഒരു കാര്യം ആലോചിച്ച് 2-3 കടയിൽ കയറിയപ്പം അവിടെ എല്ലാം ഇത് തീർന്നു പോയി. അങ്ങനെ നെടുമങ്ങാട് ലുലു എവിടെയാണ് ലുലു അവിടെ അല്ലേ, ലുലു എന്നിട്ട് വേറെ എത്ര പേരല്ലേ അതിൽ, ആ സാധനം അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ചെറുതുമുണ്ട്, ഈ ഒരു ഇതുമുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷവും. പിന്നെ ഇതിനെ വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഈ 2 ഡോള്. ഈ ഡോളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇതിൽ ഡ്രസ്സ് മാറ്റുന്ന ഡോള് പറയാം, പക്ഷെ അത് നോക്കിയപ്പോൾ അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ 2 എണ്ണം ഉണ്ട്. 2 എണ്ണം വാങ്ങി. ഇതിലൊന്ന് എനിക്ക് അടിച്ചു വെക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കായ്ക്കുഞ്ഞ് ശബ്ദം ചെയ്തു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് അതിൽ നിറയ്ക്കും. ഇങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സാണ് കാണിക്കുന്നത്. ഇനി ഇത് നിറയ്ക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ടാറ്റാ.